ഹിപ്നോട്ടിസം ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. ഹിപ്നോസിസ് തെറാപ്പി ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും, ഉറപ്പായിട്ടും മാറും. പക്ഷേ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ മാറും. അതായത് നിങ്ങൾക്ക് കുഞ്ഞൊരു ഡിപ്രഷൻ, കുഞ്ഞൊരു ടെൻഷൻ, ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്നൊരു സൂയിസൈഡ് ടെൻഡൻസി തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് മാറും. ഒരിക്കലും നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ളൊരു ഇഷ്യൂ നിങ്ങൾക്ക് മാറില്ല. കാരണം അങ്ങനെ മാറാനാണെങ്കിൽ ഈ ലോകം മുഴുവനും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മാറ്റിയാൽ മതി. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഹിപ്നോതെറാപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺസൾട്ടേഷനോ തെറാപ്പീസൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾ വിചാരിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ്റ്റ് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് ആളുകളുടെ സംശയമായിട്ട് പറയുന്നത്, എന്താണ് ഒരു ഹിപ്നോതെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്, എന്നാൽ എന്തിനാണ് ഒരു ഹിപ്നോതെറാപ്പി എടുക്കുന്നത്? നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മൾ ബാധിക്കണതെന്നും അത് എത്ര പേര് കൂടി നിന്നിട്ടാണ് നമുക്ക് തരണതെന്നും തുടങ്ങിയിട്ടുള്ള എല്ലാ മെഷർമെൻറ്റും അറിയാവുന്ന ലോകത്ത് ഒരേ ഒരു വ്യക്തി നമ്മളാണ്, മറ്റാളല്ല. ഈ ഇൻറ്റൻസിറ്റി, ഈ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന ബുഷിങ്ങായിട്ട് കിട്ടുന്ന ഈ ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മുടെ അനുഭവങ്ങളുമായി കൂടി ചേരുമ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ്ങിലോട്ടോ ആങ്സൈറ്റിയിലോട്ടോ അല്ലെങ്കിൽ പാനിക് അറ്റാക്കിലോട്ടോ തുടങ്ങിയിട്ടുള്ള ഈ സൈക്കോളജിക്കൽ കണ്ടീഷനിലോട്ടോ നമ്മുടെ ബോഡി മാറാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് ആ ചെറിയ പ്രശ്നമല്ലേ, മാറിക്കോളും, ഓക്കെയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. നമ്മളെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സെൽഫ് മോട്ടിവേഷൻ നമ്മൾ റിവേഴ്സ് ആവാൻ തുടങ്ങും, നമ്മൾ നെഗറ്റീവ് ആവാൻ തുടങ്ങും. അപ്പം നമുക്ക് സെൽഫ് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റാത്ത, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ മാനസികാവസ്ഥ മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. അത് ചില സമയങ്ങളിൽ നമ്മൾ ഭയങ്കര ഡിപ്രഷൻ അടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരിക്കാൻ തോന്നും. കാരണം എന്താ, നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഓർത്തെടുത്ത് ഡോപാമിൻ റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ സജഷൻ, മറ്റൊരാളുടെ സപ്പോർട്ട് നമ്മൾ എടുക്കുന്നത്. ഒരാൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ കിടത്തുന്നു, ട്രാൻസിലോട്ട് പോവാതിരിക്കാം, 1 2 3 4 5 എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ മാറും, ഇപ്പോൾ മാറും, കുറയുന്നു എന്ന് പറയുന്നു. പിന്നെ സന്തോഷം കൂടുന്നു എന്ന് പറയുന്നു. കുറഞ്ഞിട്ട് കുറച്ച് പോസിറ്റീവായ ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞു തരുന്നു, നമ്മുടെ തലയിൽ കയറി നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ വരുന്നു. മനസ്സിലാക്കേണ്ടത്, ഒരു ഹിപ്നോട്ടിസ്റ്റ് നിങ്ങളെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. അതായത് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, എന്നാൽ മറ്റൊരു സജഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറിയെന്ന് മറ്റൊരാൾ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. പ്രശ്നം മാറിയില്ലോ. ചില ആളുകൾ അങ്ങ് വിശ്വസിക്കും, സജസ്റ്റീവായ ആളുകൾ വിശ്വസിക്കും, നിൻ്റെ പ്രശ്നം മാറി, ഇതോടെ മാറി, ഇങ്ങനെ മാറി, അങ്ങനെ മാറി തുടങ്ങിയുള്ള സജഷൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ തെറാപ്പി എല്ലാം കഴിഞ്ഞ്, ഹിപ്നോസിസ് സ്റ്റേജെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയതിനേക്കാളും വേസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ പിന്നെയും ചെല്ലും. അല്ല, ഇത് നിങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന സജഷൻ മാത്രമാണ്. ഇത് പലപ്പോഴും ഒരു കൾട്ടാണ്, മനസ്സിലാക്കുക. ആ കൾട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം ഡെവലപ്പ് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ, ഗ്രീക്ക് കാലങ്ങളിലും ഈ ടെമ്പിളുകളുണ്ടല്ലോ, അമ്പലങ്ങൾ, അതിൻ്റെ അകത്ത് ആൾക്കാർ പോയിരുന്ന് അവിടെ സ്പിരിച്വലായിട്ടുള്ള ആളുകൾ, ഗുരുക്കന്മാരോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കൊടുക്കുന്ന ആൾക്കാർ അവരവിടെ ഇരുത്തി ഒരു തരത്തിലുള്ള പുകയെല്ലാം പുകച്ച്, ഒരു തരത്തിലുള്ള ലൈറ്റുകളെല്ലാം വളരെ മിനിമൈസ് ചെയ്ത ലൈറ്റുകളൊക്കെ വെച്ച് അവരോട് ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, ആ ദൈവം നിങ്ങളെ രക്ഷിക്കും, ആ ദൈവം നിങ്ങളെ സംരക്ഷിക്കും, ആ ദൈവം നിങ്ങളുടെ എനർജികളെല്ലാം മാറ്റും എന്നും പറഞ്ഞ് അവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ അവിടെ കിടത്തി അവരുടെ ബോഡിയിലോട്ട് എനർജി പാസ് ചെയ്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു എനർജി ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ശക്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റി എന്നും പറഞ്ഞ് വിടുന്ന ആ ഒരു കൾട്ട്, ആ ഒരു വിഷയമുണ്ട്, ആ ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിനെ ഹിപ്നോട്ടിസ്റ്റുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ എടുത്തങ്ങ് കളഞ്ഞു. എന്നിട്ട് ദൈവത്തിന് പകരം അവർ കയറി അങ്ങ് നിന്നു. എന്നിട്ട് അവരങ്ങ് പറയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി, നിങ്ങളുടെ കാര്യം മാറി. ആക്ച്വലി ഇത് സ്പിരിച്വൽ വേ ആണ്. സ്പിരിച്വാലിറ്റിയിൽ സെയിം ആണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്പിരിച്വാലിറ്റിയിൽ എന്താ നടക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ വിശ്വാസം എന്താ? അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിന് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ആ രൂപത്തിന് മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴോ നമ്മുടെ പ്രശ്നം മാറ്റി തരാനുള്ള അതീന്ദ്രിയമായ കഴിവ് ആ ഭഗവാനോ ഭഗവതിക്കോ ഉണ്ട് എന്നുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മളെ ആ പ്രശ്നം മാറി എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഇത് ആരെ മാറ്റുന്നത്? നമ്മൾ തന്നെയാണ്. കാരണം എന്താ, നമ്മുടെ ചിന്തകളിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞു വേണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹിപ്നോതെറാപ്പി നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് വേണം. നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കണം, കൃത്യമായി നിങ്ങൾ അന്വേഷിക്കണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടുകയല്ല വേണ്ടത്, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. പല ടൈപ്പിലുള്ള തെറാപ്പീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. എങ്കിൽ പോലും ചെറിയ ചെറിയ തെറാപ്പികൾ നിങ്ങൾക്ക് വളരെ ഗുണകരമാണ്. ഞാൻ വീണ്ടും പറയുന്നു, കുഞ്ഞു ഇഷ്യൂസ് ആണെങ്കിൽ, അതായത് ഒരു വ്യക്തി നാളെ മരിക്കും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് മെഡിറ്റേഷൻ ഇരുത്താനോ ആ വ്യക്തിയെ സംബന്ധിച്ച് തെറാപ്പി കൊടുക്കാനുള്ള സമയമൊന്നുമില്ല. വളരെ ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ പിടിച്ചെടുക്കുക, ട്രാൻസ്ലൂട്ട് അടിച്ചിടുക, നിങ്ങളുടെ ഇമോഷൻ കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക. പ്രശ്നം മാറിയിട്ടില്ല, പ്രശ്നം അവിടെ തന്നെയുണ്ട്. പക്ഷേ ഇൻറ്റൻസിറ്റി, അതായത് ഞാൻ ഇപ്പം തന്നെ മരിക്കും, ഇപ്പം തന്നെ ഞാൻ സൂയിസൈഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസമോ 2 ദിവസത്തേക്കോ നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കും ബ്രെയിനെ. ആ ഇമോഷൻ എടുക്കാതെ കുറച്ച് സമയം വീണ്ടും അത് വരും. റൂട്ട് കോസ്റ്റിലോട്ട് പോകും. നിങ്ങൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും അതിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരുപാട് തട്ടിപ്പുകളും ഒരുപാട് പറ്റിപ്പുകളും നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ ഹിപ്നോസിസ് മേഖല. ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയുടെ അപ്പുറത്തോട്ട് ഇത് പലപ്പോഴും വർക്കൗട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷം പലതും ഇത് അംഗീകരിക്കാത്തതും പലതും ഇത് മുന്നോട്ട് കൊണ്ടതും. നമുക്കൊരു മെഡിറ്റേഷൻ പോലെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് സ്പിരിച്വൽ ലൈഫിൽ നിന്ന്, സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വേർതിരിച്ചെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവമില്ല, അത്രേ ഉള്ളൂ. മറ്റൊരാൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു, ബ്രെയിനിൻ്റെ ചില ഫങ്ഷൻസ് ഉപയോഗിച്ച് സജഷൻ ക്രിയേറ്റ് ചെയ്ത്, ട്രസ്റ്റ് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു. ഒരിക്കലും നിങ്ങളുടെ ഇഷ്യൂ മാറുന്നില്ല. ഇഷ്യൂ മാറി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്യൂ മാറി എന്നുള്ള സിംറ്റംസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് സിവിയറായിട്ട് നിങ്ങൾ ഡിപ്രഷനും ആങ്സൈറ്റിയും തുടങ്ങിയിട്ടുള്ള ഇമോഷൻസ് എടുത്തിട്ട് നിങ്ങൾ തെറാപ്പി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി എന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങളെ കിടത്തി നിങ്ങൾക്ക് സജഷൻ തരുന്ന സമയത്ത് ഡോപാമിൻ റിലീസ് ആവാൻ തുടങ്ങിയിട്ടുള്ള പോസിറ്റീവായ ഹോർമോൺസ് റിലീസ് ആവാൻ തുടങ്ങും. ഈ ഹോർമോൺസ് റിലീസായിട്ട് നിങ്ങൾ എഴുന്നേക്കും. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് തോന്നും, എൻ്റെ പ്രശ്നം മാറി. അപ്പോൾ മുന്നിലേക്ക് നാൾ പറയും, നിങ്ങളുടെ പ്രശ്നം മാറി. അപ്പം ഞാൻ പറയും, എൻ്റെ പ്രശ്നം മാറി. ഞാൻ എൻ്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്ന 10 പേരോട് ഞാൻ പോയി പറയും, എൻ്റെ പ്രശ്നം മാറി. അപ്പോൾ അവരും ചിന്തിക്കും, നിൻ്റെ പ്രശ്നം മാറി. എന്നാൽ ആലോചിച്ച് നോക്കി, പ്രശ്നം അവിടെ തന്നെ കിടക്കുക. പ്രശ്നം മാറി എന്ന് നിങ്ങളുടെ തോന്നലാണ്, മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ആ തോന്നൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതേ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ആശ്വാസം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് നെഗറ്റീവ് ആവാൻ തുടങ്ങും. ഓക്കെ, റൂട്ട് കോസ്റ്റിലോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് കണക്റ്റായിട്ട് നിൽക്കുന്ന, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ പല ഇമോഷൻസുമായിട്ട് ഇത് കണക്റ്റഡ് ആവും. ഇതിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് കുറച്ച് സ്പിരിച്വൽ ആവുക, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക, ദൈവവിശ്വാസമോ പ്രാർത്ഥനയോ പറ്റിയൊന്നുമല്ല പറയുന്നത്. സ്പിരിച്വൽ ആവുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സജഷൻ കൊടുത്തു തുടങ്ങുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടെത്തുക, തിരിച്ചറിയുക, മാനേജ് ചെയ്യുക. ഒരിക്കലും പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തില്ല. ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ് മുതൽ രാത്രി കിടക്കുന്നത് വരെ നിങ്ങളുടെ ബ്രെയിൻ ഏതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ബ്രെയിൻ. നിങ്ങൾ പറയും, അങ്ങനെ ഇപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തണ്ട, ഒരു പ്രശ്നം വന്നില്ലേ ഒന്ന് കരഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒന്ന് നിലവിളിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തേക്കാം. ഇതാണ് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തന്നെ സജഷൻ. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 10 പ്രശ്നം വരും. ആ 10 പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ ആ പ്രശ്നം അവിടെ ഇല്ല. സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ചില കൺസേൺസ് ഉണ്ട് അതിൻ്റെ അകത്ത്. സ്നേഹമായിരിക്കാം, ആത്മാർത്ഥമായിരിക്കാം, മറ്റെന്തെങ്കിലും പണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇതായിരിക്കാം. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. മറ്റേ ലോകത്തുള്ള ഒരു കഴിവുകൾ, ഒരു ശക്തികൾക്കും പറ്റില്ല, ഈശ്വരന് പോലും പറ്റില്ല. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളെ നന്നാക്കാനും നിങ്ങളെ രക്ഷപ്പെടുത്താനും നിങ്ങളെ ഉയർച്ചയിലോട്ട് കൊണ്ടുപോകാനും നിങ്ങളെ സ്പിരിച്വലാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാനും നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് നമ്മുടെ തലയുടെ അകത്തിരിക്കുന്ന നമ്മുടെ ഓർമ്മകളുമായി, നമ്മുടെ ചിന്തകളുമായി, നമ്മുടെ അസോസിയേറ്റ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ വേദനയാണ്, നമ്മുടെ സങ്കടമാണ്, നമ്മുടെ പ്രശ്നങ്ങളാണ്. മറ്റൊരാളോട് പറഞ്ഞാലും മനസ്സിലാവില്ല, മറ്റൊരാളോട് പറഞ്ഞാലും എത്തിക്കില്ല. നിങ്ങളുടെ വേദനയുമായിട്ട് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അത് ബിസിനസ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ സങ്കടങ്ങളെയും ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ മാത്രമായി പോകും അത്. സെൽഫ് ആവുക, പൈസ മുടക്കില്ലാത്ത, സമയം മുടക്ക് മാത്രമുള്ള ചില പ്രോസസ്സുകൾ എടുത്ത് നിരന്തരം പ്രാക്ടീസുകൾ ചെയ്ത് നിങ്ങൾ പുറത്ത് വരൂ, പോസിറ്റീവായിട്ടിരിക്കൂ.